ആ സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖങ്ങളെ തന്നെയല്ലേ? ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴേ ഞാൻ വിചാരിച്ച് ഒരു ബിയർ അങ്ങ് പോവാന്ന്. ഒറ്റയ്ക്ക് പോയി ഞാൻ സപ്പോർട്ടില്ല, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചോദിച്ച റാൻഡം പ്ലേയേഴ്സായിട്ട് സ്ക്വാഡ് എടുത്താൽ കളിക്കാന്ന്. ഞാൻ അങ്ങനെ ഒരു സ്ക്വാഡ് കളിക്കാൻ ഒരു ബിയറിൽ വന്നു. നോക്കിയോണ പയ്യന്മാരെല്ലാം കൂടി നേരെ ക്ലോക്ക് ടവറിലോട്ട് പോകണം. ഞാൻ വിചാരിച്ച് ഇനി ഞാൻ മാറി ഇറങ്ങണത്. അങ്ങനെ ഞാനും പിന്നെ ക്ലോക്ക് ടവറിൽ പോകുന്നത് ഞാൻ പിന്നെ അമ്മമാരോട് നേരെ ക്ലോക്ക് ടവറിലോട്ട് അങ്ങ് പോയി. ലാസ്റ്റ് ഇറങ്ങിറക്കായപ്പോൾ ഞാൻ പിന്നെ അമ്മ അൺഫോളോ അടിച്ചോളൂ ചേട്ടൻ. എന്നിട്ട് ഞാൻ സ്വന്തം തന്നെ ഇറങ്ങി. ഈ അമ്മമാരെ എവിടെ കൊണ്ടിറക്കണം, ഇറക്കിയാൽ ലൂട്ട് കാണോ ആ കന്നുണ്ടല്ലോ. എന്നിട്ട് ഞാൻ പിന്നെ അൺഫോളോ അടിച്ച് ഞാനെനിക്ക് നമ്മുടെ രീതിക്ക് ഇറങ്ങി. ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ചുമര് തൂക്കി MP40 വെച്ചിരുന്നു. അങ്ങനെ ചെന്ന് എടുത്തപ്പോഴത്തേക്ക് MP40 കിട്ടി. അങ്ങനെ പിന്നെ MP40 അടിച്ച് കളിക്കുക. MP40 ഇട്ട് ഇപ്പോൾ കളിച്ചിട്ട് കുറച്ച് നാളായി. കുറച്ചാളേ ആയുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ MP40 ഒക്കെ എടുത്ത് പിന്നെ അടുത്ത ലൂട്ടിന് ഞാൻ കുറേ ദൂരം ഓടിത്തിരിഞ്ഞ് നടന്നു. എന്തായാലും അങ്ങനെ അധിക ദൂരം ഒന്നും ഓടേണ്ടി വന്നില്ല. ഞാൻ ഈ ജെല്ലും ചാടി കൊച്ചി നമ്മുടെ ചെറിയ വീടിനകത്ത് കയറിയ സമയത്ത് എൻ്റെ അടുത്ത് ഇത് സ്കാർ കിട്ടി. സ്കാറോടത് വെളി നിന്നപ്പോഴാണ് അതുകൊണ്ട് 500 കോയിൻ കിടക്കണം. പവർ തന്നെ. ഈ കോയിനൊക്കെ ഇപ്പോൾ എന്താ വില. അങ്ങനെ പിന്നെ അതും എടുത്ത് പോയി. ഈ സ്കാർ MP40 കിട്ടില്ലും കോംബോ ആണ്. പക്ഷേ എങ്കിലും MP40 കൂടുതൽ എനിക്ക് ഏതോന്ന് വെച്ച് കഴിഞ്ഞാൽ MP5 ആണ്. പെട്ടെന്നപ്പോൾ MP5 കിട്ടി. ഞാൻ പിന്നെ MP5 ഇവിടെ നേരെ അങ്ങോട്ട് പോയി. ലൂട്ടൊന്നും വലുതായിട്ട് സെറ്റായില്ലെങ്കിലും ഏകദേശം ടീമിനടിച്ച ലൂട്ടൊക്കെ സെറ്റാണ്. ഞാൻ പിന്നെ കുറച്ച് ലൂട്ട് തപ്പി അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നാലേ കൂടെ. ഞാൻ അങ്ങനെ കുറേ തെണ്ടി തിരിഞ്ഞപ്പോഴാണ് നമ്മളെ പയ്യെ ഒരുത്തിനടിച്ച് ലൂട്ട് ബോക്സ് ഇട്ടിരുന്നത്. ബാക്കിയപ്പോഴാണ് അവൻ്റെ 3 ചിപ്പുള്ള ഇത് പേരുമെന്നോട്. എടാ ഇതിൻ്റെ പേരെന്തടാ? M4 ആണ്. M4 പെട്ടെന്ന് മറന്നവിടെ. അപ്പോൾ M4 എവിടെ നടന്നത് 3 ചിപ്പുള്ളതേ. അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചത്. 3 ചിപ്പുണ്ടല്ലേ, ഇവ കണ്ണൊക്കെയാണ്ട് അത്യാവശ്യം അടിച്ചു വരാനൊക്കെ പറ്റും പയ്യന്മാരെ. അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് എടുത്ത് വെച്ച്. എന്നിട്ട് നമുക്ക് പിന്നെ അത് മാത്രമല്ലേ MP5 ചിപ്പൊന്നും ഇല്ല. അപ്പോൾ അതിന് ചിപ്പൊക്കെ സെറ്റാക്കി വെക്കണം. ഞാൻ പിന്നെ കയ്യിലുള്ള മറ്റേ വെടിവെക്കണ സാമാനുണ്ട്, അത് അവിടെ ഇട്ടിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ലെവൽ 3 ഒരു വെസ്റ്റ് എടുത്തു. അപ്പോൾ ഞാൻ ലെവൽ 3 വെസ്റ്റ് എടുത്ത് വയ്ക്കാം. നമ്മൾ ഈ മാക്സിമം സാധനം സെറ്റ് ആയിക്കണോടെ. വെസ്റ്റ് എങ്കിൽ വെസ്റ്റ്, ഹെൽമെറ്റ് എങ്കിൽ ഹെൽമെറ്റ്, എല്ലാവരും ചിപ്പൊക്കെ അടിച്ച് എല്ലാം സെറ്റാക്കി വെച്ചില്ലെങ്കിൽ ഇതൊക്കെ ഉള്ളാൻ വരും നമ്മളൊക്കെ വല്ലയിടത്തൊക്കെ അടിച്ച് പറിച്ചൊക്കെ ഇടുകൂടെ. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വയ്ക്കണമല്ലോ. അപ്പോൾ അത് തപ്പി ഇങ്ങനെ നടന്നു അത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൽ പോയപ്പോഴാണ് ഇപ്പോൾ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. മറ്റേ മരുഭൂമിയിൽ കുഴിത്തന്നെ കുഴിത്തുന്ന സമയത്ത് ഇത് സമ്മാനം കിട്ടുന്ന ഇവൻറ്റ്. അപ്പോൾ അതങ്ങനെ കുഴിത്തുള്ള സംഭവം കണ്ട് ഞാൻ പിന്നെ അവിടെ പോയിട്ട് കുഴിയെ കുത്തി പറയാൻ ചിലപ്പോൾ 3 ചിപ്പുള്ള MP5 ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ വിഞ്ചസ്റ്റർ കിട്ടും. എന്തായാലും ലെവൽ 3 ബാക്ക് പാക്ക് കിട്ടി. ഇത് നേരെ തേങ്ങയും കിട്ടിയില്ല. എല്ലാം ഇവിടെ ആയിപ്പോൾ എൻ്റെ പിന്നെ അടുത്തൊക്കെ തപ്പിപ്പോൾ എന്തായാലും ഷോർട്ട് റേഞ്ച് MP5 അടിക്കാം. പക്ഷേ ഒന്നല്ലേ 3 ചിപ്പ് വേണം, അല്ലെങ്കിൽ കുറച്ച് നല്ലതൊരു സംഭവം വേണം. അപ്പോൾ ഞാൻ അതും കൂടി തപ്പി നടക്കുകയാണ്. പിന്നെ വെസ്റ്റിൻ്റെ കേസ് പറയണമെങ്കിലും ഹെൽമെറ്റും കൂടെ ഉണ്ടല്ലോ. വെസ്റ്റ് ലെവൽ 3 ഓക്കെയാണ്. അങ്ങനെ നമ്മൾ അപ്പുറത്ത് വേണ്ട എൻ്റെ കാര്യം വന്നിട്ട് ഇത് വരണം. നമ്മൾ ഇന്ന് തുറക്കണം എന്തൊരു സൈബർ എയർ ഡ്രോപ്പ്. അത് തന്നെ ആ സാമാനം വന്നു. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ ലെവൽ 4 വെസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പോയി ആ വെസ്റ്റ് അങ്ങ് എടുത്തളയാന്ന്. എൻ്റെ കയ്യിലാണെങ്കിൽ ലെവൽ 3 വെസ്റ്റല്ലേ ഉള്ളൂ. അതാകുമ്പോൾ അവിടെ ലെവൽ 3 ഹെൽമെറ്റും കിട്ടും. പിന്നെ നിന്ന് തുറക്കാതെ എനിമിക്കൊക്കെ കാണാൻ പറ്റും. അതൊരു പ്രശ്നം. അതിന് ഇല്ലെന്ന് പറയാനില്ല. അത് ചിലപ്പം സ്ക്വാഡൊക്കെ ആയിരിക്കും. അമ്മ ഫുള്ള് ലൂട്ട് സെറ്റായിട്ട് എനിമിനെ അടിക്കാതിരിക്കുമ്പോഴായിരിക്കും നമ്മൾ എടുക്കുന്നത്. അടുത്തൊക്കെ നിൽക്കണേ അമ്മ വണ്ടിയും പിടിച്ച് നേരെയും ഓടിയും. പിന്നെ അതും പറഞ്ഞ് നമുക്ക് ഡ്രോപ്പ് എടുക്കാൻ പറ്റുമോ? ഞാൻ നമ്മുടെ പയ്യന്മാരൊക്കെ അടുത്തൊക്കെ നിൽക്കുകയല്ലാണ്ട് പിന്നെ കുഴപ്പമില്ലടേ, നമുക്ക് എടുക്കാം. അങ്ങനെ ഞാൻ ഇങ്ങനെ ചാടി കാര്യം വെച്ചാൽ ചിലപ്പോൾ ദൂരെയൊക്കെ നിൽക്കണമെങ്കിലേ നമ്മൾ അനങ്ങാൻ നിന്ന് ഞാൻ തലമൊക്കെ ഒറ്റ സ്കോപ്പ് ഒറ്റ അടി അടിച്ചിട്ട് അനങ്ങാൻ പോലും പറ്റൂല. ഇതാകുമ്പോൾ നമുക്ക് അറിയാം കറക്റ്റ് അടിച്ചിടേണ്ടവന്മാർ ഇടും, അത് കാര്യം വേറെ. അല്ലാത്തവന്മാരൊക്കെയാണ് ഞങ്ങന്മാർക്ക് ഈ എയിം കിട്ടില്ല. 2 അടിയിട്ട് നമ്മൾ ഗ്ലൂ ആയിട്ട് പയ്യെ കവർ എടുത്ത് പയ്യെ ഫൈറ്റ് എടുക്കാം. അങ്ങനെ നിന്ന് നമ്മുടെ SVD കിട്ടി. നമ്മളെ ഡ്രാഗണോവേ, ഞാൻ ഡ്രാഗണോവ് എടുത്തങ്ങ് വെച്ച് കയ്യിൽ. അങ്ങനെ ലോങ് അടിക്കുക അതിട്ട് വെച്ചതാണ്. ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ലേ, മാക്സിമം എങ്ങനെ പിടിച്ച കിരണമല്ലേ. അങ്ങനെ പിന്നെ അതങ്ങ് എടുത്തങ്ങ് വെച്ച്. പിന്നെ ഷോർട്ട് അടിക്കാൻ തോംസൺ കിട്ടി എടുത്തതുകൊണ്ട്, പക്ഷേ തോംസൺ കിട്ടിയില്ല. അതിന് പകരം വേറെ SVD എന്താണ് വന്നത്. അത് നമ്മളെ പയ്യ എടുത്തുകൊണ്ടാണ് തോന്നുന്നത്. അത് പിന്നെ കൊണ്ടുപോയിട്ട് പിള്ളേരെന്തൊക്കെ വേണമല്ലോ. ലെവൽ 4 വെസ്റ്റ് ലെവൽ 3 ഹെൽമെറ്റും കിട്ടി. ചുരുക്കി പറഞ്ഞാൽ ലൂട്ടൊക്കെ ഏകദേശം ഓക്കെ. പക്ഷെ എന്നാലും ഈ ഷോർട്ട് റേഞ്ചാണ് പ്രശ്നം. കുറച്ചുകൂടെ നല്ല ഷോർട്ട് റേഞ്ച് കിട്ടിയെങ്കിലേ കൊള്ളായിരുന്നു. ഇനിയിപ്പോൾ തറയിൽ കിടന്ന് കിട്ടും, മാനത്തുനിന്ന് വീണ് കിടന്ന് കിട്ടും. അങ്ങനെ നോക്കിയിടുന്ന കാര്യമില്ല. നമ്മൾ തന്നെ കുറച്ച് കൈ മുടക്കി സാധനം സെറ്റാക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആട്ടോ ഞാൻ പിന്നെ ആട്ടോ വിളിച്ച് നേരെ അപ്പുറത്ത് മറ്റേ പെട്ടിൻ്റെ ഒരാളെ നമ്മുടെ ആവശ്യമല്ലേ. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ ഈ കോയ വെച്ച് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഐറ്റം കിട്ടും. ഏത് ഒരു MP5 3 ചിപ്പുള്ള MP5 നൈസ് സംഭവം, ചുമ്മാ അടിച്ചിടാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പോയി തുറക്കാൻ വിചാരിച്ച് ഞാൻ പിന്നെ ആട്ടയും പിടി നേരെ അവിടെ പോയി. പിന്നെ അവിടെ വന്ന് ആട്ട ഒതുക്കിയിട്ട് ഞാൻ പിന്നെ നേരെ പോയി സാധനം ഞാൻ കത്തി എറിഞ്ഞ് പൊട്ടിച്ച് കയറാൻ പറ്റും. എൻ്റെ കത്തി പൊട്ടിച്ച് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത് MP5 കിട്ടൂല. അത് മണ്ടത്തരമാണ്. അപ്പോൾ ഞാൻ ചിപ്പ് വെച്ച് അപ്ഗ്രേഡ് ചെയ്ത് അത് ഓട്ടോമാറ്റിക് തുറക്കുമല്ലോ. നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ MP5 കിട്ടൂല. കാരണം കേസത്തെ MP5 എടുത്ത് ഇത് MP5 എത്ര MP5 M10 അപ്പത്തെ വിഞ്ചസ്റ്ററൊക്കെ ഉണ്ട്.
ഇൻജസ്റ്റർ, മറ്റേ M4A1, പിന്നെ AW ഉണ്ട്. AW ബുള്ളറ്റും വേണ്ട. അത് ഈ സ്നൈപ്പർമാരെ കൈ കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര സീനായിട്ട്. അത് ഈ സ്നൈപ്പർ നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ മെയിൻ കാണുന്നൊരു പ്രശ്നമാണ്. ഞാൻ മുമ്പ് സ്നൈപ്പർ സമയത്ത് എൻ്റെ മെയിൻ പ്രശ്നം ബുള്ളറ്റ് കിട്ടൂല. പിന്നെ നമ്മൾ മറ്റേ ഈ പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് മറ്റേ ഒരു ചുവപ്പ് പെട്ടി മറ്റേ ബുള്ളറ്റ് കിട്ടുന്ന അത് വന്നപ്പോഴത്തേക്കും പിന്നെയും കൊള്ളാം, കുഴപ്പമില്ല. പക്ഷേ അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഈ ബുള്ളറ്റിന് ഒരുപാട് തെണ്ടിപ്പോടും. ഞാൻ പിന്നെ എപ്പോഴും ക്യാഷ് എടുത്ത് വാങ്ങും. പിന്നെ നമ്മളെ ഡെഡ്രി കളിയിലൊക്കെ നിൽക്കുന്ന അളിയനടുത്ത് പറഞ്ഞ് ഞാൻ അളിയനെ കൊണ്ട് വാങ്ങിപ്പിക്കും. കാര്യം നമുക്ക് ലിമിറ്റ് ഉണ്ടല്ലോ ഈ ബുള്ളറ്റ് വാങ്ങണേക്കെ. അങ്ങനെ അളിയനെ കൊണ്ട് വാങ്ങിപ്പിച്ച് അങ്ങനെയൊക്കെ എടുക്കണം. പക്ഷേ ഈ സംഭവം നൈസാണ്. ലാസ്റ്റ് നിമിഷം നമ്മൾ എവിടെയെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് സോണിലൊക്കെ ആണെങ്കിൽ കൂടുതലോട് സ്നൈപ്പ് ചെയ്യാൻ പറ്റും. ഇത് നമ്മളെ കയ്യിൽ മാത്രമല്ല, അവന്മാർ കിട്ടിയാൽ നമുക്ക് പ്രശ്നമാണ്. അവന്മാർ മുമ്പ് എല്ലാം കൂടി ആടിച്ച് വരുത്തി നമ്മൾ പരിവായി കളയും. അവർക്ക് തന്നെ ബുള്ളറ്റിൻ്റെ പ്രശ്നം പറഞ്ഞില്ലല്ലോ, ബുള്ളറ്റ് തീരുന്നുണ്ട്. ആടിയടിക്കും ഒരു 3 ആടിയുടെ ഗ്ലൂ ആൾ പൊട്ടിപ്പോവും. ഒരെണ്ണം നമുക്ക് കിട്ടിയപ്പോൾ ലെവൽ 4 വെസ്റ്റൊക്കെ ചുമ്മാ പൊട്ടിപ്പോവും. അത് വൻ സീനാണ് ആ സംഭവം. അങ്ങനെ അതൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ പയ്യന്മാരിലെ ഫാക്ടറി നിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ലൂട്ടൊക്കെ സെറ്റായി. നമ്മൾ കഥയും കാര്യം പറയുന്നത് കാര്യമില്ല, ഇത്ര ഇവിടെ നിന്ന് കില്ലൊക്കെ എടുക്കണം. അപ്പോഴും ഞാൻ പിന്നെ നേരെ പയ്യന്മാരടുത്തോട്ട് നമ്മൾ ആട്ടയും പിടിച്ചങ്ങ് പോയി. അങ്ങനെ ആട്ടയിൽ ഞാൻ പൊത്തടിച്ച് അവിടെ ചെന്നപ്പോൾ അവന്മാർ മറ്റേ തുരങ്കം തുറന്നിട്ടുണ്ട്. മറ്റേ സാമാനുണ്ട്, മറ്റേ അടിയിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് മറ്റേ ലൂട്ടൊക്കെ കിട്ടുന്ന ഒരു സംഭവം. അപ്പോൾ അത് അവന്മാർ തുറന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയാലും അടിപൊളി ലൂട്ടിട്ട് കേട്ടോ. അപ്പോൾ നോക്കിയുള്ള ഒരു പയ്യൻ ഓടിയോ നമ്മളെ ടീമുകളിൽ. അപ്പോൾ അവനെയും കയറ്റി പിന്നെ ഞാൻ അവിടെ പോയി. അത് നമ്മൾ മറ്റേ അണ്ടർഗ്രൗണ്ടിലുള്ള അവനായി ചാടി ഇറങ്ങിയത് പോട്ടെ കാപ്പ്. മറ്റേ ഈ സംഭവം ആണല്ലോടാ, എൻ്റെ പേരെന്തരടാ, ഇതിന് പേരെന്ന് എനിക്ക് അറിഞ്ഞിട്ട് ഇങ്ങനെ പേരുണ്ടാ എന്തിനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോടെ പോയി. ഇത് സംഭവം നൈസാണ് കേട്ടോ. അതിൻ്റെ അകത്തുള്ള ഇത് ഫസ്റ്റ് നമ്മൾ തുറന്നു കാണുന്ന സമയത്ത് നമ്മൾ പോണ അനുസരിച്ചിൻ്റെ ഈ സാധനം ഈ തീയില്ലേ വിളക്ക് ഇങ്ങനെ കത്തി വരും. അപ്പോൾ നൈസാണ്. അങ്ങനെ പിന്നെ അതിൻ്റെ അകത്ത് കയറി ഞാൻ തെണ്ടിത്തിരി ഞങ്ങൾ നടന്ന് കുറച്ച് ലൂട്ടൊക്കെ സെറ്റാക്കാന്നില്ല. ലൂട്ട് പിന്നെ ഓൾറെഡി അമ്മമാരുടെ വായിക്കൊണ്ട് പോകണം, ഏറ്റത്തൊന്നുമില്ല. അങ്ങനെ അത് വന്നപ്പോൾ പുറത്ത് ടീംസ് വന്ന് കയറാം. അങ്ങനെ ഞാൻ ചാടി ഓടി വെളി ഇറങ്ങുന്നപ്പോൾ കാണാം അവിടെ ഒരുത്തരെ കണ്ടോളൂ. അവനെ എനിക്കൊണ്ട് അടി വന്നപ്പോൾ ഞാൻ പിന്നെ അവനെ അടി കൊടുത്ത് അവനെ പയ്യെ നോക്കാക്കിയിട്ട് ഞാൻ പിന്നെ മറ്റേ ഹീലിൻ്റെ സംഭവം ഇട്ട് ആ നോക്കും പയ്യെ ഫിനിഷ് ചെയ്ത്. അതിൽ വേറെ ആരെയും കണ്ടില്ല. ബാക്കിയുള്ളവന്മാരെ നമ്മളെ പയ്യന്മാരെ എന്നെ അടിച്ച് ഫിനിഷ് ആക്കി കേട്ടാ. ഓരോരുത്തരും ഇല്ല. ഞാൻ പിന്നെ കുറച്ചുകൂടെ കിടന്ന് കറങ്ങി എന്തായാലും തേങ്ങ കിട്ടണമെങ്കിലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾ പയ്യന്മാരും കൂടെ ഞങ്ങൾ പോയി നേരെ. അവന്മാരാണെങ്കിൽ നേരെ അവിടെ നിന്ന് ഡ്രോപ്പ് എടുക്കണം. പിന്നെ ഞാൻ എൻ്റെ കൂടെ ചേർന്ന് ഡ്രോപ്പ് എടുക്കാൻ വിചാരിച്ച് ഞാൻ ഡ്രോപ്പിൻ്റെ കൂടെ ചേർന്ന്. പക്ഷേ അപ്പോഴത്തേക്കും വേറെ എനിമികളൊക്കെ വന്നു കേട്ടാ. അപ്പോൾ നമ്മളിങ്ങനെ ഗ്ലൂ വാളൊക്കെ എടുത്ത് കവറെടുത്ത് നിന്ന്. പക്ഷേ എങ്കിലും ഞാൻ പിന്നെ മറ്റേ പറക്കണ സാധനം ഉണ്ടേ അതങ്ങോട്ട് മാറ്റി അങ്ങോട്ട് ഇട്ട് മറ്റേ ലോഞ്ച് പാഡ്. ഞാൻ പിന്നെ ഈ ലോഞ്ച് പാഡ് കയറി പയ്യെ അങ്ങ് ചാടിപ്പോടെ. കാര്യം നോക്കിയപ്പോൾ കുടുള്ളവന്മാരൊക്കെ ഓടിയൊക്കെ പോകണം. ഒറ്റ ഞാൻ നോക്കുമായി. നമ്മളതിനെ കൂടെ ഓടാന്ന് കഴിഞ്ഞാൽ ആന്മാർ വല്ലതൊക്കെ അടിച്ചുകൊണ്ടിട്ടുള്ളൂ. അതൊക്കെ നമ്മളെ പയ്യനെ നോക്കായി. വളരെ ടീംസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ ഇതിരിക്കല്ലേ എക്സ്പെക്ട് ഇരിക്കല്ലേ. അതുകൊണ്ട് കുറച്ച് ലോങ് കളിക്കുകയാണ് നല്ലത് ഞാൻ വിചാരിച്ച്. അതുകൊണ്ട് ഞാൻ ലോങ് ചെറിയ കവറൊക്കെ എടുത്ത് നിന്ന്. ഇവിടെ ലോങ് എന്തെങ്കിലും കാര്യമില്ല, കൈവാക്കിന് ഒരുത്തനും കിട്ടില്ല. നമ്മൾ ചുമ്മാ നിന്നിട്ടില്ല. അപ്പോഴത്തേക്കും ഏകദേശം നമുക്ക് ഒരുത്തനെ ഇതാക്കി കിട്ടി. അപ്പോൾ ഞാൻ അവനുണ്ട് അടിയെ കൊടുത്ത് അവനെ നോക്കാക്കി. അവൻ മാത്രമല്ല വേറെ ടീംസുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ പയ്യൻ നോക്കാക്കി ഫിനിഷാക്കി തന്നു. ഞാൻ പിന്നെ അവിടെ നിന്ന് കറി വേറെ ടീംസിലൂടെ കൊണ്ടെന്നറിയാം. മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അവന്മാരുണ്ട്. അപ്പോൾ ഞാൻ പയ്യന്മാർക്ക് സപ്പോർട്ട് കൊടുക്കാൻ ഇവിടെ കയറുന്നു. അപ്പോഴാണ് അടുത്തവൻ വന്നു. ഞാൻ പിന്നെ നമ്മളെ പയ്യ അവനെ അടിച്ച് കൂട്ടി. ഞാൻ പിന്നെ നമ്മളെ മറ്റേ നോക്കി നമ്മളെ ബായിനെ നോക്കിയിട്ട് അടുത്തവന്മാർ അവിടെ നിന്നൊക്കെ വരെയാണ്. അപ്പോൾ നമ്മളെ കൂടത്തുള്ള രണ്ടവന്മാരെ ഏകദേശം നോക്കായി. അപ്പം തന്നെ അപ്പോൾ അടുത്തവന്മാർ പറഞ്ഞു ഇവരെന്നറിയാമോ നമ്മൾ നേരത്തെ ഇവിടെ ക്ലോക്ക് ഇടുന്ന സമയത്ത് എഴുതി കാണിച്ചില്ല പേരുണ്ടാ ഇവൻ മറ്റേ എംഡമ്മിൽ അടിക്കുന്നതാണ്. ഇവൻ എംഡംസ് കുറേ നേരം കുറേ കില്ലെടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പേര് നോക്കി വെച്ചിട്ട് എന്തായാലും അവസാനം നമ്മളത് തന്നെ വന്നവായി. അങ്ങനെ എന്തായാലും മച്ചാൻ ഞാൻ പയ്യെ അങ്ങ് തൂക്കി തൂക്കിയിടുമ്പോൾ അടുത്തവൻ കയറി വന്നിട്ട് അവൻ പയ്യെ നമ്മൾ അടിക്കാണ്ട് നോക്കിയതാണ്. എന്തിനാ ബ്ലൂ വാളിൽ പൊട്ടിയ സമയം കൊണ്ട് നമ്മുടെ ബായ് ചെന്ന് അവനെ അങ്ങ് അടിച്ച് നോക്കാക്കി. എന്തായാലും നല്ലത് തന്നെ ബായെ പയ്യെ സെറ്റാക്കി എടുത്തല്ലേ. അങ്ങനെ നിന്നപ്പോൾ എനിക്ക് 2 അടി കിട്ടി. ഞാൻ പിന്നെ മെഡൊക്കെ അടിച്ച് നമ്മളെ വെസ്റ്റൊക്കെ പൊട്ടിയോ വെസ്റ്റൊക്കെ സെറ്റായിരുന്നു. പിന്നെ അമ്മരെ ലൂട്ട് ബോക്സ് ചുമ്മാ ഒന്ന് കയറി നോക്കിയല്ലേ ഉണ്ടെങ്കിലോ ഒന്ന്. ഇപ്പോഴാണ് സോണിൻ്റെ നോക്കിയപ്പോഴാണ് സോണ് നല്ല അങ്ങ് ഇതായിപ്പോയി. അവൻ എങ്ങോട്ടേക്കാണ് പോണേ അവൻ എങ്ങോട്ടാ പോട്ട്. ഞാൻ വെച്ചിട്ടിപ്പോൾ ഓടി വന്നപ്പോൾ ഈ സോണ് കയറാൻ വിചാരിച്ച്. ഇല്ലെങ്കിൽ ലാസ്റ്റ് ഈ സോണ് കടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആണ്. എന്തിന് നമ്മൾ ഇതിൻ്റെ വെളിയിൽ കിടന്ന് ചത്തുപോകും. ഞാൻ അങ്ങനെ കുറേ പ്രാവശ്യം എത്തിയിട്ടുണ്ട്. കേസാണ്. ചിലപ്പോഴും കില്ലം കിട്ടാതിരിക്കും നമ്മൾ ചാവണത്. അവിടെ അപ്പോൾ ഇത്രയും നേരം ക്യാമ്പ് ചെയ്ത് നിന്ന് അതിങ്ങനെ അവൻ കാണാതെ ചാടി ഓടി ഇതിന് അവസാനം ഒരു കാര്യമില്ല ചുമ്മാ ഇതായിട്ട് പോകും മുണ്ടി കേസ്. അങ്ങനെ ഞാൻ ഈ സോണ് കയറി. അങ്ങനെ ചാടിയുടെ സോണിൽ വന്നപ്പോൾ കാണാം എന്തോന്ന് കുറേ പേര് അങ്ങനെ തേരപ്പേരെ പോണ്. അവിടെ ഫൈറ്റ് അടി പോകണം. അങ്ങനെ ഞാൻ പിന്നെ ഒരു പയ്യത്തിൻ്റെ കില്ല് അടിച്ചിട്ട് അവനെ ഞാൻ പയ്യെ അങ്ങോട്ട് കുമ്മി.
എന്തൊരു ചെയ്യാ. അങ്ങനെ പിന്നെ അങ്ങനെ എടുത്ത് അപ്പോഴാണ് ഒരുത്തവണ്ട പറന്നിറങ്ങണം. അപ്പോൾ അവന് 2 അടി കൊടുത്ത് മനുഷ്യൻ നോക്കാക്കാൻ പറ്റിയില്ല. അത് നമ്മളെ കയ്യിൽ തന്നെ വരും. അത് പിന്നെ പോട്ട്. ഞാൻ പിന്നെ താഴോട്ട് പോയി നോക്കിയപ്പോൾ നമ്മളാ ഒരു പയ്യൻ ഇത് ചത്ത് നോക്കായി. അപ്പോൾ അവനെ തൂക്കി വിടണം. അപ്പോൾ ഞാൻ ഗ്ലൂ വാളൊക്കെ ഇട്ട് അതിനോട് നമ്മളെ പയ്യനെ തൂക്കി ഇട്ട് അപ്പോഴാണ് ഒരുത്തൻ കയറി തരണം. ഞാൻ പിന്നെ എബിലിറ്റി ഓണാക്കി ചത്തിനിടേ, ഇല്ലെങ്കിൽ എന്നെ അടിച്ചിട്ട് പോയി. ഞാൻ പിന്നെ അവനെ നോക്കിയപ്പോഴേക്കും അവനെ അടിച്ച് നോക്കാക്കി ഇങ്ങോട്ട് ആണ് ഞാൻ MP5 3 ചിപ്പ് പോണത്. കൊമ്പർ സാധനോട് ഇത് MP5 ചുമ്മാ അടിച്ചതാണ് നമുക്ക്. അങ്ങനെ ഞാൻ പിന്നെ അവനടിച്ച് കയറിയപ്പോഴാണ് ദൂരത്തെ വീണ്ടും കയറിപ്പോണം. ഞാൻ പിന്നെ അവന് കുറേ അടിയൊക്കെ കൊടുത്ത് ചാടീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ചു തന്നുകൊണ്ട് ഞാൻ പിന്നെ മറ്റേ ഇതുള്ളതുകൊണ്ട് മറ്റേ തീ ഉണ്ടല്ലോ മറ്റേ ഇപ്പം പോയ സംഭവം അത് തന്നെ അതിട്ട് ഞാൻ പിന്നെ അടിച്ചിട്ട് ഞാൻ പിന്നെ മെട്ട് അടിച്ച് പയ്യെ അങ്ങോട്ട് പോകാൻ വിചാരിച്ച് അങ്ങനെ പോയി. അപ്പോൾ അവൻ്റെ കുറിച്ച് ലൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ലൂട്ടൊക്കെ പറക്കി നിന്ന് ആ ടോക്കണും എടുത്ത് ഞാൻ പിന്നെ നോക്കി നമ്മളാരും പയ്യന്മാരെ നോക്കായത്. അപ്പോൾ ആരും നോക്കൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചപ്പോൾ ഞാൻ അങ്ങനെ സോണിലോട്ട് കയറാൻ വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ വെസ്റ്റൊക്കെ അടിച്ച് ഞാൻ പിന്നെ സോണിൻ്റെ അകത്ത് കയറി. അപ്പോൾ അടുത്തവന്മാരെ തപ്പി ഇറങ്ങണമല്ലോ. അങ്ങനെ ഇടുന്നപ്പോൾ കാണാം നമ്മളടുത്ത് ഏതായാലും പറന്നിറങ്ങണം. മറ്റേത് കാണിക്കല്ലോ പറന്നാണ് സംഭവം. ഞാൻ പിന്നെ MP5 2 അടി അടിച്ചു സംഭവം. ചുമ്മാ എൻ്റെ എല്ലാം കൂടി അടിച്ച് പറഞ്ഞങ്ങ് പോയി സംഭവം. ഞാൻ പറഞ്ഞു തീ സാധനമാണെന്ന്. 3 ചിപ്പ് MP5 കിട്ടാനും പാടാണ്, കിട്ടിക്കഴിഞ്ഞാൽ നൈസുമാണ്. അത് അപ്പോൾ നമ്മളെ കൂടുതൽ പയ്യെ നോക്കാം. അപ്പോൾ ഞാൻ ഓടിപ്പോയി അവനെ തൂക്കാൻ വിചാരിച്ച്. അത് അവ കിടന്ന് ഭയങ്കര വിളി ബായി OP അത് ഇതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ ബാക്കിൽ നിന്ന് ഒരു ഫുണ്ട് അടിച്ചു കളഞ്ഞ്. ഞാൻ ഇതിൽ പറ്റിയ മണ്ടെന്ന് പറയാമോ, ഞാൻ ഈ നോർമൽ മെഡിക്കൽ അടിച്ച് അത് സൂപ്പർ മെഡിക്കൽ തന്നുകൊണ്ട് സോണും ലാസ്റ്റ് ഇത്രയും ചെറുതായില്ലേ. മണ്ടത്തരം എന്തൊരു ചെയ്തിട്ടേ ഈ മനുഷ്യൻ്റെ കാര്യമല്ലേ. അങ്ങനെ ചത്ത് ഞാൻ. അങ്ങനെ ആ കളിയിൽ ഞാൻ പിന്നെ അവിടെ വെച്ചങ്ങ് ചത്തടേ. ലാസ്റ്റ് ആയ സമയത്ത് എത്ര 6 അലേവ് നമ്മളെ പയ്യന്മാരെ കൂട്ടാതെ ഇതിലൊരു 4 പേരും കൂടെ. അത് മിക്ക 2 സ്ക്വാഡായിരിക്കും അല്ലെങ്കിൽ 1 സ്ക്വാഡായിരിക്കും, അങ്ങനെ എല്ലാം ആയിരിക്കും. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ബൂയ കിട്ടാൻ ചാൻസ് കൂടുതലാണെന്നാണ് ഞാനും വിചാരിച്ചത്. അപ്പോഴത്തേക്ക് ഈ ഫുണ്ട പോയി നോക്കായി. അതിൻ്റെ കാര്യമില്ല, പയ്യന്മാരുടെ 2 അടിയെ കിട്ടും. എന്തായാലും മെഡിക്കറ്റ് മാരടിച്ച് നോക്കായത് അത്രയൊന്നും വരില്ലല്ലോ. അങ്ങനെ പയ്യന്മാരെല്ലാം പയ്യന്ന് കളിച്ച് പിന്നെ പയ്യൻ നോക്കായി. അത് പോട്ട് അല്ലെങ്കിൽ വേറെ ആലോചിച്ചിട്ടൊക്കെ അങ്ങനെ അടിച്ച് ഇട്ടതാണ്. ഇവൻ ഇവിടെ തന്നെ നിന്ന് ഞാൻ വിചാരിച്ചു മിക്കവാറും എന്തായാലും കില്ലൊക്കെ എടുക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു 3 കിലോ എടുത്തിട്ടുണ്ട്. എൻ്റെ കൂടെ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലും നിൽക്കുന്നുണ്ട്. സോണൊക്കെ വരുന്നതനുസരിച്ച് പയ്യാളിയെ മാറി തിരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. ഫ്രണ്ടിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അവിടെ ഓരോരുത്തരും അലയും പയ്യത്തിന് കുറയുന്നുണ്ട്. ഇപ്പോൾ കണ്ടാൽ സൈഡ് വേറെ തെങ്ങണം. അപ്പോൾ അളിയെ അവൻ അടിക്കേണ്ടി അങ്ങോട്ട് പോയി. ഞാൻ ചിലപ്പോൾ മാഗറ്റ് അടിക്കായിരിക്കും കേട്ടോ. പക്ഷേ അവൻ മാഗ്നോട്ട് പയ്യ അവനെ അടിച്ച് നോക്കാക്കി ഇട്ട്. പക്ഷെ എങ്കിലും ആ സമയത്തിന് അപ്പത്തുള്ള നോക്കായി. ലാസ്റ്റ് ഒരു 2v2 എത്തി. വേണം വിചാരിച്ച് നമുക്ക് പോയി എടുത്തു തരാം. എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോഴത്തേക്ക് അവൻ ഇപ്പോൾ അവിടെ കൊന്നിട്ടാണ് കുറേ ലൂട്ടൊക്കെ എടുത്ത് സെറ്റായിട്ടൊക്കെ നിന്ന്. അപ്പോഴും മറ്റൊരു പയ്യ ഇങ്ങോട്ട് അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് എങ്ങനെയാണ് അവസ്ഥയെന്ന് അറിഞ്ഞുകൂടാ. കില്ല് ബുയ കിട്ടാനും ബുയ കിട്ടാതിരിക്കാനും ചാൻസ്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം എന്താണ് അങ്ങനെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സംഭവം. ബുയ കിട്ടുമോ കില്ല് കിട്ടുമോ. പക്ഷെ അവൻ ഇങ്ങോട്ട് റഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവനും എങ്ങനെ അവസ്ഥ അവനോട് ഗണ്ണ് ഏതാണെന്നൊരു ഐഡിയ ഇല്ല. അതാണ് വേറൊരു ഇഷ്യൂ. അല്ല M10 എല്ലാവർക്കും ഷോർട്ട് റേഞ്ച് കയറി കഴിഞ്ഞാൽ ആടിച്ചിട്ട് വരും അവൻ. MP5 ഒക്കെ ആണെങ്കിൽ അതേപോലെ SMG 8 ഒക്കെ ആണെങ്കിൽ ഒരു മിഡ് കയറി ചെറിയ പ്രശ്നമാണ്, ഒരു ക്ലോസ് മിഡായി കഴിഞ്ഞാൽ. പക്ഷെ അവൻ കുറച്ച് ബാക്ക് ഒളിഞ്ഞ് പോകുന്നുണ്ട്. എന്താണ് അതിനോട് തോക്കുന്ന ഒരു ഐഡിയ ഇല്ല. അതാണ് വേറൊരു കേസ്. എന്തായാലും നമുക്ക് കണ്ടിട്ട് തന്നെ കാണണം എന്താവും എന്നുള്ളത്. കിട്ടിയ ഒരു ബൂയ പോയ ഒരു കളി, അതിനപ്പുറമൊന്നുമില്ല. പക്ഷെ അവൻ നല്ല ഇങ്ങനെ ഡാമേജും കൊടുക്കുന്നുണ്ട്. അതാണ് വേറെ പ്രശ്നം. പക്ഷെ ഇതിൽ പണി കിട്ടിയെന്ന് വെച്ചാൽ അവിടെ ഒരു ലാൻഡ് മൈൻ കിടന്നു. അപ്പോൾ അതിൽ കയറുന്ന സമയത്ത് നല്ല തീരെ HP കുറഞ്ഞ്. പക്ഷെ അവൻ എബിലിറ്റി ഓണാക്കി അടിച്ചിടാൻ വേണ്ടി നോക്കി, പക്ഷേ നടന്നില്ല. അങ്ങനെ ആ കളി കയ്യിൽ നിന്ന് പോയി. പക്ഷേ എങ്കിൽ നമ്മൾ ക്ലോസ്റ്റ് പോയി എത്തിയായിരുന്നു. ലാസ്റ്റ് അവരിപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം എല്ലാവരും നോക്കാം. ലാസ്റ്റ് പയ്യൻ മാറ്റാനുണ്ട്, ലൂട്ടും ഇല്ലായിരുന്നു. പക്ഷേ എങ്കിലും അയാളും വരെ എത്തി. അപ്പോൾ എന്തായാലും വീഡിയോ തരുന്ന കണ്ട എല്ലാവർക്കും ഒരു താങ്ക്സ് ഉണ്ട്. പിന്നീട് വീഡിയോസൊക്കെ ഇറങ്ങും. സബ്സ്ക്രൈബ് ചെയ്ത കാരണം പരിഗണിക്കണേ. എന്നാൽ ശരി എന്നാൽ.